ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ്. പൊതുവേ നല്ല തണുപ്പുണ്ട് വെളിയിൽ. കഴിഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേ വെച്ച് നോക്കുവാണെങ്കിൽ തണുപ്പ് കുറവാണ്. കഴിഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേ തണുപ്പും കാറ്റും കൂടെ ആയിരുന്നു. മാത്രമല്ല ഇത്രയധികം ഇലകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് ലോങ് ഐലൻഡിലുള്ള ഒരു ഔട്ട്ലെറ്റ്സിലേക്കാണ്. ഫാക്ടറി ഔട്ട്ലെറ്റ് സ്റ്റോറുകളാണ് അവിടെ ഉള്ളത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡുകളും അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാനും ജോഷാനും കൊച്ചും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്തു വരുമ്പോൾ ഏകദേശം അത് ഓൺലൈനായി പോകും. കാരണം നമ്മളൊന്ന് പോയി സ്റ്റോറിൽ പോയി ഒന്ന് നോക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റോറിൽ അതിൻ്റെ വെറൈറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ തന്നെ മേടിക്കാം എന്ന് ഓർത്തിട്ടാണ് പോകുന്നത്. ഏതായാലും എല്ലായിടത്തും ഒന്ന് പോയി നോക്കാം. പിന്നെ ഈ തിരക്കും അതെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവും. പിന്നെ താങ്ക്സ് ഗിവിങ്ങിനൊക്കെ വല്ലവരൊക്കെ നല്ലതായിട്ട് അടിച്ച് ഫിറ്റായി കിടക്കുന്നവരൊക്കെ ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് രാവിലെ തന്നെ പോയേക്കാമെന്ന് ഓർത്ത് നമ്മൾ രാവിലെ തന്നെ പോവുക കേട്ടോ. അപ്പം പോയി ഈ മോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ഈ ഔട്ട്ലെറ്റ്സ് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കണ്ടോ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ശരിക്കും ഇവിടെയാണെങ്കിൽ തന്നെ ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ മോളിൽ ചെന്നു. ഇത് കണ്ടോ, ആ കാണുന്ന ഫുള്ള് ഓരോരോ ബിൽഡിംഗ് ആയിട്ട് ഓരോരോ ബ്രാൻഡുകളാണ്. ഞങ്ങൾ ചെന്നപ്പം തന്നെ നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. കണ്ടോ, ഇത്രയും വലിയ ഒരു പാർക്കിംഗ് ലോട്ടാണ്. ആ പാർക്കിംഗ് ലോട്ടിൽ നല്ലതായിട്ട് നമ്മൾ നോക്കി നടക്കാം, എന്നാലൊരു പാർക്കിംഗ് കിട്ടുള്ളൂ. അതായിരുന്നു അവസ്ഥ. അപ്പോൾ നമ്മൾക്ക് ഒരു വിധത്തിൽ ഒരു പാർക്കിംഗ് ഒപ്പിച്ചു. ഞങ്ങളിപ്പം നടക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഒരു വെയ്ഫെയറിൻ്റെ ഒരു സ്റ്റോറാണ് വിസിറ്റ് ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയി ഒരു സംഭവം മേടിക്കുന്നതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിപ്പോട്ട്ലിൽ പോയി അവരും കഴിച്ചു. പിന്നെ ഇന്ത്യൻ സ്റ്റോറാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ നൈക്കിയിലൊക്കെ തിരക്കുന്ന പറഞ്ഞാൽ ഒരു ലൈൻ നിർത്തിയാണ് കയറ്റുന്നത്. ഭയങ്കര ലൈൻ. ഞങ്ങൾ ഏതായാലും ലൈനൊക്കെ നിന്ന് അകത്ത് കയറി. അരമണിക്കൂർ ലൈൻ നിന്നു. എന്നിട്ട് അകത്ത് കയറിയപ്പം അകത്ത് അതിലും വലിയ ലൈൻ. അത് കണ്ടപ്പോഴേ തന്നെ ഇറങ്ങിപ്പോകുന്നു. നല്ല ഓഫറിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നൈക്കിയിൽ കൂടുതൽ ഷൂസ് ഞാൻ കണ്ടത് എല്ലാം വൈറ്റുള്ള ഷൂസാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ വൈറ്റ് ഷൂ എനിക്കത്ര പറ്റുന്നില്ല. എനിക്കൊരു വൈറ്റ് ഷൂ ഉണ്ട്, എങ്കിലും ഈ വൈറ്റ് ഷൂ സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ ചിലപ്പം മഴയായിരിക്കാം, ചിലപ്പം മഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്നോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തൂടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ സ്നോ ബൂട്ടൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി. പക്ഷേ ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ വൈറ്റ് തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നവർ. അതുപോലെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് വൈറ്റ് ഉപയോഗിക്കുന്നത്. എനിക്കതില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈറ്റ്. ഇപ്പം ജുവാനയ്ക്ക് തന്നെ കഴിഞ്ഞ വർഷം ഒരു വൈറ്റ് മേടിച്ചതിൻ്റെ കേട് തീർന്നിട്ടില്ല ഇതുവരെ. അത് ക്ലീൻ ചെയ്ത് മനുഷ്യരുടെ കൈയൊടിയും. അതാവസ്ഥ. പിള്ളേർക്ക് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് റീസസിന് കളിക്കാൻ വിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണും. ബർത്ത്ഡേക്കൊക്കെ ചിലപ്പം വെളിയിൽ കളിക്കാൻ വിടും. ഇങ്ങനെയുള്ളപ്പോഴൊക്കെ വൈറ്റ് ഷൂ ഭയങ്കര പാടാണ്. അപ്പം പറഞ്ഞു വന്നത് നമ്മൾ വേറെ വഴിക്ക് പോയി. ഇനി എല്ലാ ബ്ലാക്ക് ഫ്രൈഡേയും നമ്മൾ ഷൂസ് പർച്ചേസ് ചെയ്യും. കാരണം ഷൂസ് ഇവിടെ ഇല്ലാതെ പറ്റുകയില്ലല്ലോ. പിന്നെ ജുവാനയ്ക്കും ഞാൻ ഷൂസ് ഹെഡ് മേടിച്ച് വെക്കും. അടുത്ത ജൂൺ ജൂലൈയിലേക്കുള്ള ഷൂ ഒക്കെ ഇപ്പോഴേ മേടിച്ച് വെക്കും. കാരണം ഇപ്പം നല്ല ഓഫറി ഷൂ കിട്ടും. അപ്പം ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യുന്ന സ്കെച്ചേഴ്സാണ്. എനിക്കാണെങ്കിലും ജുവാനയ്ക്കാണെങ്കിലും സ്കെച്ചേഴ്സാണ് ഇഷ്ടം. ഈയിടെയായിട്ട് ജോഷാനും സ്കെച്ചേഴ്സിലേക്ക് മാറി. ജോഷാൻ നൈക്കിയുടെ ആളായിരുന്നു, പക്ഷേ ഈയിടെയായിട്ട് സ്കെച്ചേഴ്സിലേക്ക് മാറി. അപ്പം സ്കെച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഇട്ട് നടക്കാനൊക്കെ. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പം അതനുസരിച്ച് ഷൂ നല്ല വഴങ്ങുന്ന ഷൂ ആയതുകൊണ്ട് കാലിന് ഭയങ്കര കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കെച്ചേഴ്സിൻ്റെ സ്റ്റോറിലാണ് കയറിയേക്കുന്നത്. സ്കെച്ചേഴ്സിൻ്റെ ഔട്ട്ലെറ്റായി കാണുന്നത്. ഭയങ്കര നല്ല ഔട്ട്ലെറ്റാണ് കേട്ടോ. ഒരുപാട് സ്കെച്ചേഴ്സിൻ്റെ പല വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഞാനും ജുവാനെ ഓരോ ഷൂ മേടിച്ചു. ജോഷാന് ഷൂ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ജോഷാന് ഷൂ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചില്ല. അപ്പം ഞാനും ജുവാനെ ഇവിടുന്ന് ഓരോ ഷൂ മേടിച്ച് പിന്നെ ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട കുറേ കടകളിൽ കയറി ഇറങ്ങി കേട്ടോ. ചില കടകളിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു. ഇവിടെ ക്ലിയേഴ്സി കയറി കമ്മൽ നോക്കണം. ബൈ 3 get 3 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കയറി വന്ന വഴി Forever 21 വന്നു. അപ്പോൾ Forever 21 കണ്ട ഒരു സ്വെറ്ററാണ്. അതിൻ്റെ വില $40. ചുമ്മാ കനം കുറഞ്ഞ ആ റെഡ് സ്വെറ്ററിൽ കുറേ സാധനങ്ങൾ ക്രിസ്മസ് ട്രീ പിടിപ്പിക്കുന്ന കുറേ സാധനം പിടിപ്പിച്ചേക്കുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പം ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ബിഗിൻ ചെയ്യുന്നതാണ് ഈ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ എല്ലായിടത്തും കാണാം. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഹോം ഡിപ്പോയിൽ വന്നു. ഹോം ഡിപ്പോയിൽ ഞങ്ങൾക്കൊരു സാധനം നോക്കണമായിരുന്നു. പക്ഷെ അത് നമ്മളൊന്ന് നോക്കിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാം നമ്മൾ ഓൺലൈനാണ് ഓർഡർ ചെയ്തത്.
അപ്പം ഒരു കുട്ടി ഷോപ്പിങ്ങാണ് ഞങ്ങളിന്ന് നടത്തിയത്. ഹോം ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങി. ജോഷാൻ ഇങ്ങനെ ഹോം ഡിപ്പോയിൽ കയറിയ ഭയങ്കര ക്രേസാണ്. ജുവാന പറയുന്നത് ജുവാനയ്ക്ക് ടാർഗറ്റും പപ്പായ്ക്ക് ഹോം ഡിപ്പോയും ആണെന്നാണ് പറയുന്നത്. കാരണം ജോഷാൻ ഈ ടൂൾസിനോട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം നോക്കി നടക്കും. ജുവാന അതുപോലെ തന്നെ ടാർഗറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടാർഗറ്റിലേക്കാണ്. ജുവാനയ്ക്ക് ടോയ്സ് നോക്കണമെന്നും പറഞ്ഞ് ടാർഗറ്റിൽ എത്തിയപ്പോഴത്തേനും രാവിലെ തൊട്ടുള്ള നടപ്പ് കാരണം എനിക്കങ്ങ് ക്ഷീണമായി. പിന്നെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് മറന്നും പോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നേരത്തെ രാവിലെ പോകുന്നതിൻ്റെ കാരണം. കണ്ടോ ലോങ് ഐലൻഡിലേക്ക് പോകുന്ന തിരക്ക് കൂടിയത് കണ്ടോ വൈകുന്നേരം ആയപ്പം. വൈകുന്നേരം ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആൾക്കാരെല്ലാം കൂടെ വന്ന വഴിയെല്ലാം ബ്ലോക്ക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ടാർഗറ്റിലേക്ക് പോയി. അവിടുന്ന് ജുവാന മേടിച്ചതാണ് ഈ ചെറിയ ബോളായിട്ട് കിട്ടുകയല്ലേ, ക്രിസ്മസ് സർപ്രൈസസ് എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ അകത്തൊരു ബോൾ കിടിച്ച് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഒരു ഹെഡ് ബാൻഡ്സിൻ്റെ ഗെയിമും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഗെയിമൊക്കെ കളിച്ച് ആ ദിവസം തീർന്നു.